ഹായ് ഫ്രണ്ട്സ്, മത്സര പരീക്ഷകളിൽ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ രസതന്ത്രം, ഊർജതന്ത്രം, ജീവശാസ്ത്രം എന്നീ ഭാഗങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളിന്ന് രസതന്ത്രത്തിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സിൽ നിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ രസതന്ത്രത്തിൻ്റെ ബേസിക് ഫാക്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നോക്കാം രസതന്ത്രം അഥവാ കെമിസ്ട്രി. ഈ സബ്ജക്റ്റിന് ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് മറ്റൊന്നാണ്. സബ്ജക്റ്റിൻ്റെ പേരിങ്ങനെയാണ്, ആൽക്കെമി. ഓക്കെ, അപ്പോൾ രസതന്ത്രം എന്ന സബ്ജക്റ്റ് ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആൽക്കെമി എന്നാണ്. ഓക്കെ, നമുക്കിനി രസതന്ത്രത്തിലെ ചില പിതാക്കന്മാരെ ഒന്ന് പരിചയപ്പെടാം. രസതന്ത്രം എന്ന സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം രസതന്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നാണ്. റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ബോയിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബോയിൽ നിയമമാണ്. ഓക്കെ, നമ്മൾ ഈ ബോയിൽ നിയമത്തെ പറ്റി വാതക നിയമങ്ങൾ എന്ന ഭാഗത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഗേ-ലൂസാക്ക് നിയമം, ഇങ്ങനെ കുറേ അധികം നിയമങ്ങൾ വാതകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് ബോയിൽ നിയമം. സോ ആ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം റോബർട്ട് ബോയിൽ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റോബർട്ട് ബോയിൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് സാധാരണ എക്സാമിന് വരുന്ന മറ്റ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബോയിൽ നിയമം. ബോയിൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദേശത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം അയർലൻഡാണ്. അയർലൻഡുകാരനായ രസതന്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. മൂലകം. മൂലകം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എലമെൻറ്റ്. ഇപ്പോൾ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സിലിക്കൺ, ഇതെല്ലാം മൂലകങ്ങളാണ് അല്ലേ. അപ്പോൾ മൂലകം അല്ലെങ്കിൽ എലമെൻറ്റ്. ഈ പദം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? റോബർട്ട് ബോയിൽ. LD തസ്തികയിലുണ്ടായിരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇങ്ങനെയാണ്, സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ബുക്കിൻ്റെ മലയാളത്തിലുള്ള പേരും പരിചയപ്പെടണം, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ. ഇതാണ് ഈ ബുക്കിൻ്റെ മലയാളം പേര്. ഓക്കെ, അപ്പോൾ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം ആരുടേതാണ് എന്ന ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരവും റോബർട്ട് ബോയിൽ തന്നെയാണ്. സോ രസതന്ത്രത്തിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. രസതന്ത്രം എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യകാല നാമം ആൽക്കെമി. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. അദ്ദേഹത്തിൻ്റെ മറ്റു പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. അദ്ദേഹമാണ് വാതക നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ബോയിൽ നിയമം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം അയർലൻഡാണ്. മൂലകം അല്ലെങ്കിൽ എലമെൻറ്റ് എന്ന പദം ആവിഷ്കരിച്ചതാര് എന്ന ചോദ്യത്തിനുത്തരം. ദെൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അഥവാ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവിനെ പരിചയപ്പെടാം. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ എന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം, അത് അന്റോണിയോ ലാവോസിയർ എന്ന ശാസ്ത്രജ്ഞനാണ്. അന്റോണിയോ ലാവോസിയർ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എപ്പോഴും വളരെയധികം പോയിന്റുകളുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് അന്റോണിയോ ലാവോസിയർ. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആണ് അദ്ദേഹം. ഇനി ഇതിനെ കൂടാതെ ഇദ്ദേഹത്തിന് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കാം. വർഷങ്ങളായി കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇതുതന്നെയാണ്, ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യമായി നിലവിലുണ്ടായിരുന്ന മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ. അദ്ദേഹം എങ്ങനെയാണ് വർഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് അദ്ദേഹം വേർതിരിച്ചത്. വളരെ കൂടുതൽ തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അഥവാ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര് തന്നെയാണ്? അന്റോണിയോ ലാവോസിയർ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇദ്ദേഹം 2 മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. അതേതൊക്കെയാണ് ആ മൂലകങ്ങൾ നോക്കാം.
ഹൈഡ്രജൻ, ഓക്സിജൻ. ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: ഹൈഡ്രജനും ഓക്സിജനും പേരു നൽകിയ ശാസ്ത്രജ്ഞനാര്? ചോദ്യം ശ്രദ്ധിക്കുക, മൂലകങ്ങൾ കണ്ടെത്തിയതാര് എന്നല്ല ചോദ്യം, ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കണ്ടെത്തിയതാര് എന്നുള്ള പോയിന്റ്, കണക്റ്റിംഗ് പോയിന്റായിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഇദ്ദേഹത്തിൻ്റെയും കുറേ പോയിന്റുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം ഹെൻറി കാവൻഡിഷ്. അപ്പോൾ അടുത്ത പോയിന്റ് ഉണ്ട് ഓക്സിജൻ. ഓക്സിജൻ കണ്ടെത്തിയതാര്? വർഷങ്ങളായി PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: ഓക്സിജൻ കണ്ടെത്തിയതാര്? നമുക്കറിയാം, ഉത്തരം ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി ഇദ്ദേഹമാണ് ഓക്സിജൻ എന്ന മൂലകത്തെ കണ്ടെത്തുന്നത്. എന്നാൽ റീസെൻ്റ്ലി ഒരു 2 വർഷം മുമ്പായി ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഓക്സിജൻ കണ്ടെത്തിയതാര്? ഒരു LD തസ്തികയിലെ പരീക്ഷയുടെ ചോദ്യമാണ്. അന്ന് ആ ചോദ്യത്തിൽ ജോസഫ് പ്രീസ്ലി എന്ന വ്യക്തിയെ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. പകരം മറ്റൊരു വ്യക്തിയെ ഓപ്ഷനിൽ ഉത്തരമായി തന്നു. അതാര് എന്ന് ചോദിച്ചാൽ കോൾ ഷീലെ. കോൾ ഷീലെ എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ കണ്ടെത്തിയത് എന്ന ആ ചോദ്യത്തിൽ ഉത്തരം തന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 2 ഉത്തരം വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഓക്സിജൻ കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ കോൾ ഷീലെയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും ഓക്സിജൻ കണ്ടെത്തിയതിൽ ഇൻവോൾവ് ചെയ്ത ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫ് പ്രീസ്ലി എന്ന വ്യക്തി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായും കോൾ ഷീലെ എന്ന വ്യക്തിയെ ഉത്തരമായി തിരഞ്ഞെടുക്കാം. അപ്പോൾ പോയിന്റ് ലാവോസിയറിൻ്റേത് ഇതായിരുന്നു: ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ലാവോസിയർ. എന്നാൽ ഹൈഡ്രജൻ എന്ന മൂലകത്തെ കണ്ടെത്തിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ എന്ന മൂലകം കണ്ടെത്തിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം 2 ഉണ്ട്: ജോസഫ് പ്രീസ്ലി അല്ലെങ്കിൽ കോൾ ഷീലെ. എന്നാൽ 2 എലമെന്റിനും പേര് നൽകിയത് ലാവോസിയർ. ഇനിയും തീരുന്നില്ല, ലാവോസിയറിന്റെ പോയിന്റുകളിലേക്ക് പോവാം. ഇദ്ദേഹം ഒരു നിയമം ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോയിൽ നിയമം നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ എളുപ്പമാണ്, റോബർട്ട് ബോയിൽ കണ്ടെത്തി. എന്നാൽ ഇവിടെ ലാവോസിയർ ആവിഷ്കരിച്ച ഒരു നിയമമുണ്ട്. നിയമത്തിൻ്റെ പേരിങ്ങനെയാണ്: മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. നമ്മുടെ LD ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ മാസ് എന്ന പദത്തിന് പകരം മറ്റു ചില പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ ദ്രവ്യം, ദ്രവ്യ സംരക്ഷണ നിയമം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കുന്ന മറ്റൊരു പദമാണ് പിണ്ഡ സംരക്ഷണ നിയമം. മാസിന് പകരം ഉപയോഗിക്കുന്ന മലയാളം പദങ്ങൾ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് വരിക: മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? അല്ലെങ്കിൽ ദ്രവ്യ സംരക്ഷണം, പിണ്ഡ സംരക്ഷണ നിയമം ഇത് ആവിഷ്കരിച്ചത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം അന്റോണിയോ ലാവോസിയർ. അപ്പോൾ എന്താണ് ഈ നിയമം പറയുന്നത് നോക്കാം. പേരിൽ തന്നെയുണ്ട്, മാസ് സംരക്ഷണ നിയമം. മാസിനെ സംരക്ഷിക്കുന്നു. ഈ നിയമത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഒരു രാസപ്രവർത്തനത്തിൽ ഒരു പദാർത്ഥത്തിൻ്റെ മാസ് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല. ഇതാണ് നിയമം പറയുന്നത്. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു നിയമമാണ്, ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ നിയമത്തെയാണ് ഇങ്ങനെ പറയുന്നത്, മാസ് സംരക്ഷണ നിയമം. ആവിഷ്കരിച്ചത് അന്റോണിയോ ലാവോസിയർ. ഓക്കെ, ഇനിയും തീരുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത പോയിന്റ് മാസ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് മെഷർമെൻറ്റ് സിസ്റ്റം. മെഷർമെൻറ്റ് സിസ്റ്റം, അതിനെ മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അളവ് തൂക്ക സമ്പ്രദായം. അളവ് തൂക്ക സമ്പ്രദായം PSCയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? അല്ലെങ്കിൽ മെഷർമെൻറ്റ് സിസ്റ്റം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? എഗെയിൻ ഉത്തരം ആര് തന്നെയാണ്? അന്റോണിയോ ലാവോസിയർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടതിൽ ലാവോസിയറിൻ്റെ പോയിന്റുകൾ മാത്രം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് അന്റോണിയോ ലാവോസിയർ. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ്. മാസ് സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്
ആൻഡ് ലാസ്റ്റ് വൺ, അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. അപ്പോൾ എല്ലാ പോയിന്റുകളും വർഷങ്ങളായിട്ടുള്ള പ്രീവിയസ് സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഉത്തരം ആന്റോണിയോ ലാവോസിയർ. തീരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കുറച്ച് വെറൈറ്റി പോയിന്റ്സ് റീസെൻ്റ്ലി നടന്ന പരീക്ഷകളിൽ ചോദിച്ച മറ്റ് ചില പോയിന്റ്സ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്. നമുക്കറിയാം ജ്വലന പ്രക്രിയ, ജ്വലനം എന്ന് വെച്ചാൽ നമുക്കറിയാം കമ്പഷൻ, കത്തുന്ന പ്രോസസ്സാണ് ജ്വലനം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം പരിചയപ്പെടുന്ന ഒരു ടേമാണ് കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ ജ്വലന പ്രക്രിയയെ സഹായിക്കുന്ന വാതകം ഏതാണ്? നമുക്കറിയാം ഉത്തരം ഓക്സിജനാണ് അല്ലേ. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ പോയിന്റുമായി ലാവോസിയറിന് എന്താണ് ബന്ധം ചോദിച്ചാൽ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റോണിയോ ലാവോസിയർ. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിന്റ്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം വരിക. ഉത്തരാരാണ്? ആന്റോണിയോ ലാവോസിയർ. അപ്പോൾ ഒരു പുതിയ പോയിന്റ് കൂടെ കിട്ടി. ഇനി നോക്കാം, തീരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം, നോർമൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ശ്വസന പ്രക്രിയ അല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലേ. ഇപ്പം ശ്വസന പ്രക്രിയ ഏതൊരു ജീവജാലവും ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓക്സിജനെ ആഗിരണം ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പോയിന്റുമായി ലാവോസിയറിന് എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഇങ്ങനെയാണ്. ഏതൊരു ജീവജാലവും ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ആഗിരണം ചെയ്യുന്നുവെന്നും കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു എന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും ആര് തന്നെയാണ്? ആന്റോണിയോ ലാവോസിയർ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സസ്യങ്ങൾ ഇങ്ങനെയാണോ ശ്വസിക്കുന്നത്? പലപ്പോഴും അല്ല എന്ന് ഉത്തരം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്ക് പറയുകയാണ്, സസ്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ശ്വസിക്കുന്നത്. സസ്യം ഒരു ജീവജാലമാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങളും നമ്മളെപ്പോലെ തന്നെ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും തന്നെയാണ് ചെയ്യുന്നത്. ഞാനതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം, റീസെൻ്റ്ലി നടന്നൊരു LGS പരീക്ഷയുടെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറന്തള്ളുന്ന വാതകം ഏത്? ഇങ്ങനെയാണ് ചോദ്യം വന്നത്. അപ്പോൾ സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറന്തള്ളുന്ന വാതകം ഏത് എന്ന ചോദ്യത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലേ. നമുക്ക് നോക്കാം, സസ്യങ്ങൾ നോർമലി ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ശ്വസന പ്രക്രിയയിൽ. എന്നാൽ ഇത് തിരിച്ച് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടെന്ന് നമുക്കറിയാം. അതേതാണ്? അത് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം എന്താ അത്. സസ്യങ്ങൾ അവരുടെ ഇലകളിൽ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജനെ പുറന്തള്ളുകയാണ് നോർമലി ചെയ്യുന്നത്. എന്നാൽ ആ ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ അവിടെ അറിയണം, സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏത് സമയത്താണ്? ഉത്തരം രാത്രികാലങ്ങളിൽ. സസ്യങ്ങൾ ശ്വസന പ്രക്രിയയിൽ ഏർപ്പെടുന്നത് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറന്തള്ളുന്ന വാതകം ഏത്? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അവർ രാത്രികാലങ്ങളിലാണ് ശ്വസിക്കുന്നത്, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് ശ്രദ്ധിക്കുക, 2 എണ്ണം പുതിയതായി പറഞ്ഞു. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ലാവോസിയർ ആണ്. ഏതൊരു ജീവജാലവും ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ഇങ്ങനെ കണ്ടെത്തിയതും ലാവോസിയർ തന്നെയാണ്. തീരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വെറൈറ്റി പോയിന്റ് കൂടെ നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം ആസിഡുകൾ അല്ലേ, ആസിഡുകൾ, ആൽക്കലികൾ, ഇവരെ പറ്റിയൊക്കെ പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് ലാവോസിയറുമായി ബന്ധപ്പെട്ട് ആസിഡിൻ്റെ ഒരു പോയിന്റ് നോക്കാം. ഞാൻ 3 ആസിഡുകളെ പറ്റി പറയാം. സൾഫ്യൂരിക് ആസിഡ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇക്വേഷൻ H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇനി നമുക്ക് നോക്കാം നൈട്രിക് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്. മറ്റൊരു ആസിഡിനെ പരിചയപ്പെടാം, ഫോസ്ഫോറിക് ആസിഡ്, H3PO4. ജസ്റ്റ് ആസിഡുകളെ മാത്രം ഒന്ന് പരിചയപ്പെടുക. 3 ആസിഡുകളെ ഞാനിവിടെ പറഞ്ഞു.
സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഈ 3 ആസിഡുകളെ ഞാനിപ്പോൾ ഇവിടെ എഴുതിയതിൻ്റെ ഒരു പ്രത്യേകത ലാവോസിയറുമായി എങ്ങനെ കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ 3 ആസിഡുകളിലും കോമൺ ആയി കാണപ്പെടുന്ന ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ, അല്ലേ? സ്ഥിരം ഒരു PSC ചോദ്യം ഇങ്ങനെയാണ്, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏതാ ഉത്തരം? ഹൈഡ്രജൻ. പക്ഷേ ഇത് ഈ 3 ആസിഡ് നോക്കൂ, ഇതിനകത്ത് ഹൈഡ്രജനെ കൂടാതെ ഒരു മൂലകം കൂടി കോമൺ ആയിട്ടുണ്ട്, അല്ലേ? ഏതാണ്? ഓക്സിജൻ. സോ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, 3-നകത്തും ഓക്സിജൻ എന്ന എലമെൻറ്റ് കൂടി കോമൺ ആണ്. അപ്പോൾ ഈ പോയിന്റിനെ എങ്ങനെ ലാവോസിയറുമായി കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, പോയിന്റ് ഇങ്ങനെയാണ്: സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഈ ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന ചോദ്യമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്? ആന്റോണിയോ ലാവോസിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ആന്റോണിയോ ലാവോസിയർ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ ഒരു PSC പരീക്ഷയിൽ ചോദിക്കുന്ന മാക്സിമം പോയിന്റുകൾ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാണ് ആന്റോണിയോ ലാവോസിയർ. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും, മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും ക്ലാസിഫൈ ചെയ്ത ശാസ്ത്രജ്ഞനാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ്. മാസ് സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം അല്ലെങ്കിൽ മെഷർമെൻറ്റ് സിസ്റ്റം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആന്റോണിയോ ലാവോസിയർ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തിയത്. ശ്വസന പ്രക്രിയയിൽ ഏതൊരു ജീവജാലവും ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്ന് കണ്ടെത്തിയത് ആന്റോണിയോ ലാവോസിയർ. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും ആന്റോണിയോ ലാവോസിയർ. രസതന്ത്രത്തിൻ്റെ ആമുഖത്തിൽ പരിചയപ്പെടേണ്ട അടുത്ത വ്യക്തിയുടെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആര് എന്ന ചോദ്യം. 2 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടി. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആന്റോണിയോ ലാവോസിയർ. അപ്പോൾ ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അത് PC റേ. PC റേ അഥവാ ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ഇദ്ദേഹമാണ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പോയിന്റിനുപരി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വിശേഷണം ഇങ്ങനെയാണ്: ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം PC റേ ആണ്. ഇദ്ദേഹത്തിന് നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം എന്നുള്ളത്. ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്താണ് ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ്? നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു മരുന്ന് നിർമ്മാണശാല ഇദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ സ്വന്തമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് നിർമ്മാണശാലയാണ് ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ്. ഇതിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ. അപ്പോൾ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ബംഗാൾ കെമിക്കൽസ് എന്നും ചോദിക്കും. ബംഗാൾ കെമിക്കൽസിൻ്റെ പിതാവ് അല്ലെങ്കിൽ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം PC റേ. അപ്പോൾ ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകൻ ആര് എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം PC റേ എന്നറിയപ്പെടുന്ന ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ പറ്റി കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്: ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം എന്നാണ് ബുക്കിൻ്റെ പേര്. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം അഥവാ ദ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്നത് ആരുടെ പുസ്തകമാണ് എന്ന ചോദ്യത്തിന് ഉത്തരം
അത് PC റേ ആണ്. കുറച്ചു മുന്നേ നമ്മളൊരു മറ്റൊരു പുസ്തകം പരിചയപ്പെട്ടു, സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അഥവാ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ. അത് റോബർട്ട് ബോയിലിൻ്റെ പുസ്തകമായിരുന്നു. എന്നാൽ ഹിന്ദു രസതന്ത്രം, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് PC റേ സ്ട്രൈക്ക് ചെയ്യും. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം എന്ന പുസ്തകം ആരുടേത് എന്ന ചോദ്യത്തിന് ഉത്തരം PC റേ. ഓക്കെ, അപ്പോൾ 3 പോയിന്റുകൾ അദ്ദേഹത്തിൻ്റെ നോക്കാം. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ്, അതിനേക്കാൾ ഉപരി ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് അഥവാ ബംഗാൾ കെമിക്കൽസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് വളരെ കോൺട്രവേഴ്ഷ്യലായ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയെ പറ്റി കൂടി പാഠപുസ്തകങ്ങളിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ആ ബുക്കിൻ്റെ പേരൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരിങ്ങനെയാണ്: ഒരു ബംഗാൾ രസതന്ത്രജ്ഞൻ്റെ ജീവിതവും അനുഭവങ്ങളും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഓക്കെ, അപ്പോൾ 2 പുസ്തകങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു ബംഗാൾ രസതന്ത്രജ്ഞൻ്റെ ജീവിതവും അനുഭവങ്ങളും. അപ്പോൾ രസതന്ത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ 3 വ്യക്തികളെയാണ് ഇന്ന് പരിചയപ്പെട്ടത്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് അന്റോണിയോ ലാവോസിയർ, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര